ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഒരു പ്രസ്താവനയ്ക്ക് തന്നെ ഒരു തിരുത്ത ആവശ്യമുണ്ടാവും. കാരണം ഫ്രണ്ട്സേ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. നമ്മുടെ ചുറ്റും ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും എന്ന് പറയുന്നതിൽ എപ്പോഴും ഒരു എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മളെ ഫ്രണ്ട്സായിട്ട് കരുതുന്നവരും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് കരുതുന്നവരായിട്ടുള്ള കുറേ ആളുകളുണ്ടാവും. അത് പല രീതിയിലുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2-3 മണിക്കൂറിൽ നിന്ന് സംസാരിച്ചാലും തീരില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് വളരെ രസകരമായൊരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഫ്രണ്ട്സ് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്ര പേരൊപ്പം മുഖം വന്നു. അതിൽ തന്നെ നമുക്ക് ദുരന്തം എന്ന് വിചാരിച്ചവരുണ്ടാവും. അവൻ കൊള്ളാട്ടോ എന്ന് പറയുന്നത്, അപ്പം പള്ളി പൊളിയാണ് എന്ന് പറയുന്നത് കേട്ട് അങ്ങനെ പല ആൾക്കാരും മുഖം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇപ്പം ഇങ്ങനെ മാറിയില്ലേ. അത് തന്നെയാണ് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ആ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അതായിരുന്നു. ഇപ്പോൾ നമുക്ക് ചില ഫ്രണ്ട്സ് ഉണ്ട്, മറ്റേ വാട്സപ്പിൽ എല്ലാ ദിവസവും മറ്റേ തത്തമ്മയുടെ പടമൊക്കെ ഇട്ട് ഗുഡ് മോർണിംഗ് അയക്കുന്ന ഫ്രണ്ട്സ്. അത് കുറച്ച് പ്രായമുള്ളവരായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ബർത്ത്ഡേക്കും അല്ലെങ്കിൽ ന്യൂ ഇയർ, ഈ ന്യൂ ഇയർ ഞാൻ അടുത്ത മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ന്യൂ ഇയർ വരണം. അല്ലെങ്കിൽ ന്യൂ ഇയർ പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ അതിന് മാത്രം വിഷ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. അതല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ വിളിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും. ചില ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ പൈസ വയ്ക്കാൻ വിളിക്കുന്നതാണ്. അതുമാത്രമായിരിക്കും നമ്മളെ കൊണ്ട് അവനുള്ള ആവശ്യം. അതല്ലാതെ ഒരു കാര്യത്തിനും എന്തെങ്കിലും ഒരു കാര്യം ഇതുണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് ചീത്തയാവുന്ന സമയത്ത് നമ്മളെ വിളിച്ച് അതൊന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിനെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ സാരിലെ പോട്ടെന്ന് പറയാനോ ഒന്നും ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ചില ദുരന്ത ഫ്രണ്ട്സ് ഉണ്ടാവും. ദുരന്തം പറയാൻ വേണ്ടി മാത്രമായിരിക്കും വിളിക്കുന്നവൻ. അതല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യം. പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ ആയിരിക്കും അവൻ വെച്ചിട്ട് ഇവിടെ നിൻ്റെ വണ്ടി ഇത് ഇടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു സാധനം അത് വണ്ടി മേടിച്ച് ഇപ്പോൾ സമയത്ത് വിളിച്ചിട്ടുണ്ടാവില്ല, ആ വണ്ടി ഇടിച്ച സമയത്ത് വിളിച്ചിട്ടുണ്ടാവും. ഇടിച്ച് പൊളിഞ്ഞു പോയാലോ ഇനി ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ സാധനം, അതിൻ്റെ പാർട്സൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ് അടിച്ച് ഇതിനെ നെഗറ്റീവ്സ് മാത്രം പറയുന്നതായിട്ടുള്ള ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ടോട്ടലി നെഗറ്റീവ് വൈബായിരിക്കും. അവർ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അവർ ഒരു സാമീപ്യം തന്നെ നമുക്കൊരു നെഗറ്റീവ് വൈബ് കൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ട്രാവലിൻ്റെ ഇടയ്ക്കൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഫ്രണ്ട്സ്, ട്രെയിൻ ജേണിയുടെ ഇടയ്ക്കൊക്കെ ഞാനൊക്കെ വർഷങ്ങളോളം ട്രെയിനിൽ പോയിട്ടുള്ളത്. എനിക്ക് തന്നെ ട്രെയിനിൽ നിന്ന് തന്നെ പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിലിപ്പോഴും കോണ്ടാക്ട്സ് ഉള്ളവരുണ്ട്, ഇപ്പോഴും നല്ല കോണ്ടാക്ട്സ് ഉള്ളവരുണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രം കോണ്ടാക്ട്സ് ഉള്ളവരുണ്ട്. അങ്ങനെ പലരുണ്ട്. പല യാത്രകളിൽ കൂടെയും അല്ലെങ്കിൽ പല ട്രിപ്പുകളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ വെച്ച് കണ്ട ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ ഇന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടെത്തിയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം നല്ലത്. നമ്മുടെ ജീവിതയാത്രയുടെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ പല ടൈപ്പിലുള്ള ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടെത്തും. അവർ പല രീതിയിലായിരിക്കും നമ്മുടെ ലൈഫിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും നമുക്ക് അവരെ കൊണ്ടും അവർക്ക് നമ്മളെ കൊണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊണ്ട് അവരുടെ ലൈഫിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു അഡ്വൈസ് കൊണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സജഷൻ കൊണ്ടൊക്കെ ആയിട്ട് അവരുടെ ലൈഫിൽ പല രീതിയിലുള്ള പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വിളിച്ച് നന്ദി പറയും, നീ അന്ന് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ അത് ഞാൻ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ നീ അന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് വല്ലതുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ട്രൂ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോൾ നമ്മൾ പലരും അതിനെ പല ചെല്ലപ്പേരിട്ട് വിളിക്കും. ബഡ്ഡി എന്ന് വിളിക്കും, മറ്റേ ബെസ്റ്റി എന്ന് വിളിക്കും. ഇതൊക്കെ ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ്റെ അടിയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാത്ത പലരുടെയും ലൈഫ് ഭയങ്കര ശോകമായിരിക്കും. അവരൊരു ക്യാരക്ടർ തന്നെ
ഭയങ്കരമായിട്ടൊരു ഡിസാസ്ട്രിക് ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും, ഭയങ്കര നെഗറ്റീവ് വൈബായിരിക്കും അവർക്ക്. കാരണം അവരെ അതൊന്ന് ഒരു തിരുത്തി കൊടുക്കാനോ സപ്പോർട്ട് കൊടുക്കാനോ അതല്ലെങ്കിൽ നല്ലത് ഏതാണെന്നുള്ളത് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇതിനകത്തുള്ളൊരു കുറവ് അവരെ മനസ്സിലാക്കി കൊടുത്ത് അതിനെ നേർവഴിക്ക് നടത്താനോ പറ്റുന്നൊരു ഫ്രണ്ട് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു കസിൻ തന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയേക്കും, അല്ലെങ്കിൽ നമ്മുടെ വൈഫ് പാർട്ട്ണർ തന്നെ ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയേക്കും. അതൊക്കെ ഭയങ്കര റയറായിട്ടുള്ളൊരു കേസുകളിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏകദേശം ഒരു സെയിം വൈബായിരിക്കും, നമ്മുടെ സെയിം ടേസ്റ്റ് ആയിരിക്കും, നമ്മളെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. നമ്മളുടെ കുറവുകളും അല്ലെങ്കിൽ കുറവുകൾ നികത്താനായിട്ട് അവരുടേതായ രീതിയിൽ നമ്മളെ അഡ്വൈസ് ചെയ്യും, അതിനുവേണ്ടിയുള്ള സപ്പോർട്ട്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. അതുപോലെ നമ്മളുടെ ഓരോ അച്ചീവ്മെൻറ്റ്സിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഹാപ്പിനെസ് ലൈഫിലുണ്ടാകുന്ന ഓരോ മൊമെൻറ്റ്സിലും അവർ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യും. നമ്മളേലും കൂടുതൽ അവർക്കായിരിക്കും ഇഷ്ടം, അവർക്കായിരിക്കും സന്തോഷം. നമ്മുടെ ലൈഫിൽ ഓരോന്നും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴും അവരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ വിഷമം അവരുടെ ഒരു വിഷമം കൂടിയൊക്കെ കണ്ട് നമ്മളുടെ കൂടെ വന്ന് നമ്മൾ ആശ്വസിപ്പിക്കും. അപ്പോൾ ഓട്ടെ നമുക്ക് ശരിയാക്കാം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന് എന്ന് പറയുന്നൊരു ഫ്രണ്ട്. അതിനെ നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ഭയങ്കര കനമായിട്ടോ ഭയങ്കര ശോകം, എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന സമയത്തായിരിക്കും ഇത്ര ഉള്ള കാര്യം നമുക്ക് ശരിയാക്കാം, നീ വിട്ടേക്ക്, ഞാൻ ഏറ്റവും നമ്മുടെ അവിടെ ആളുണ്ട്, നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്ന ആ ഒരു ഫോൺ കോളിൽ കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ ആ ഫോൺ വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര കനമായിട്ടായിരിക്കും നമ്മൾ വിളിച്ചത്. ആ ഫോൺ നമ്മൾ വയ്ക്കുന്നതോടുകൂടി നമ്മൾ ലൈറ്റായി. അങ്ങനത്തെ ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശബ്ദത്തിൻ്റെ വോയിസിൻ്റെ മോഡുലേഷൻ്റെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണും കൊണ്ടൊരു ഇത് കാണിച്ചാൽ പോലും അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്. അതല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര അത് ഇമോഷണൽ ബോണ്ടിങ് ആണ് ഇവർ തമ്മിലുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ഇതുകൊണ്ട് ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ അത് ചെയ്യരുത് ഇപ്പോൾ എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, അവർക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും എന്താണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് സ്വയം ചോദിക്കുക, നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ എന്ന്. ഇനി അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ പറ്റി നല്ലത് പറഞ്ഞിട്ട് ബാക്കിൽ ഇപ്പോൾ മോശം പറയില്ല. അവർ നമ്മുടെ പറ്റി മോശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ആദ്യം തന്നെ പറയും, അവർ നീ ചെയ്ത് മോശമായി ഇപ്പോൾ ഇങ്ങനെ കാര്യമുണ്ടെന്നുള്ളത്. അത് ചിലപ്പോൾ ഒരു ബാക്കിൽ പറയുമായിരിക്കും, പക്ഷേ അത് നമ്മുടെ ഫ്രണ്ടിൽ പറഞ്ഞിട്ടേ അത് പറയുള്ളൂ. അത് അങ്ങനെയുള്ള ഫ്രണ്ട്സ് എപ്പോഴും നമ്മുടെ യാത്രേനെ മുന്നിലേക്ക് നയിക്കാനായിട്ട് ഒരുപാട് നമ്മുടെ ജീവിതയാത്ര കുറച്ചും കൂടി ഈസിയാക്കാനും അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടി ഉയർച്ച ഒക്കെ നമുക്ക് നേടാനും അവരെ കൊണ്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഫ്രണ്ട്സിൽ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫ് കുറച്ചും കൂടി മനോഹരമായി മാറും. മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം.